ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഹറം 10ൻ്റെ നോമ്പും അതുപോലെ 2 കേക്ക് ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മുഹറം 10ൻ്റെ അന്ന് വൈകിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വൈകിട്ടൊക്കെ ഒരു 3 മണി 4 മണി ടൈമിലൊക്കെ ആയിട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കുകയാണ്. പിറ്റേ ദിവസത്തേക്ക് കൊടുക്കാനായിട്ട് 2 കേക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിച്ച് വെച്ചിട്ട് പിന്നെ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ പിറ്റേന്നൊക്കെ ആയിട്ട് ഒരു 1 kg ഓറിയോ കേക്കും ഒരു 1 kg ട്രസ്ലെച്ചസ് കേക്കായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ വാനില സ്പഞ്ചാണ് കേട്ടോ റെഡിയാക്കുന്നത്. ട്രസ്ലെച്ചസ് കേക്കിനുള്ള വാനില സ്പഞ്ചാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അത് ബേക്കാക്കാനായിട്ട് ഓവനിൽ വെച്ചതിന് ശേഷം പിന്നെ ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടോ റെഡിയാക്കുന്നത്. അത് 1 kg ഓറിയോ കേക്കായിരുന്നു. അപ്പോൾ 7 ഇഞ്ചിൻ്റെ 2 പാനിലാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 പാനിലായിട്ടാണ് കേട്ടോ സ്പഞ്ചൊക്കെ റെഡിയാക്കാറ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വന്നതിൻ്റെ ശേഷം ഇത്രയും പാത്രങ്ങളൊക്കെ കഴുകാനും അതുപോലെ തന്നെ വൃത്തികേടായിട്ടും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ പത്തിരിക്കുള്ള കറിയൊക്കെ റെഡിയാക്കാനായിട്ട് നിന്ന് പിന്നെ നോമ്പ് തുറക്കാനായിട്ട് കുറച്ച് സ്നാക്സും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം ബാങ്കൊക്കെ കൊടുത്തതിൻ്റെ ശേഷം എല്ലാവരും കൂടി നോമ്പ് തുറന്നിട്ടാണ്. അങ്ങനെ ഞാനൊക്കെ മക്കളെ കൂടിയിട്ടാണ് നോമ്പ് തുറന്ന്. അങ്ങനെ രാത്രി സംസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം കേട്ടോ പിന്നെ ഈ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് നിന്ന്. അങ്ങനെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ ഫില്ലിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ക്രീം ബീറ്റ് ചെയ്തതിലേക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ചതും കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ഫ്ലേവറിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ കേക്കിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്തിട്ട് ലെയറിൽ ബിസ്ക്കറ്റ് പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ സെൻട്രലത്തെ ലെയറിൽ മാത്രമാണ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്തത് കേട്ടോ. ഞാൻ പറയില്ല കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ഫ്ലേവറായി പോകും. അപ്പോൾ അതുകൊണ്ട് ഓറിയോ കേക്കിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടാണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അങ്ങനെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ മക്കൾ മദ്രസയിൽ പോവാണ് കേട്ടോ. രാവിലെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയുള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ അവരൊക്കെ പോയതിൻ്റെ ശേഷം പിന്നെ ചായ ഉണ്ടാക്കാനായിട്ട് നിന്ന് പിന്നെ കെടുക്കാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. സ്കൂളിലെ ദിവസമാണെങ്കിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കൾ മദ്രസയിൽ പോയാൽ പിന്നെ കിടക്കില്ല. പിന്നെ അവർക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കലും അതിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും. അങ്ങനെ അവർ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് വണ്ടി കാത്ത് നിൽക്കുകയാണ് കേട്ടോ. മഴയൊക്കെ തുറന്നതിൻ്റെ ശേഷമുള്ള ആ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഇതിങ്ങനെ മഴയൊക്കെ തുറന്നതിൻ്റെ ശേഷമുള്ള ആ ഒരു ചെടികളൊക്കെ കാണാനായിട്ട്. അങ്ങനെ മോനക്ക് ചെറിയൊരു മടിയുണ്ട് കേട്ടോ സ്കൂൾക്ക് പോകാൻ. അപ്പോൾ അവനക്ക് പോണ ടൈമിൽ എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കണം. അപ്പോൾ അതൊക്കെ പങ്കുവെക്കണ തിരക്കാണ് കേട്ടോ. അങ്ങനെ മക്കളൊക്കെ പോയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാനൊക്കെ കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നത്. രാവിലെ ഒരു 5:30 ചായ കുടിച്ചാൽ പിന്നെ മക്കളൊക്കെ പോയിട്ട് ഒരു 9 മണിക്കാണ് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക. അതിൻ്റെ ഇടയിൽ ഭയങ്കര തിരക്കാവുമല്ലോ. അങ്ങനെ പിന്നെ ഒരു 10-11 മണി ടൈമിലൊക്കെ ആയിട്ട് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറണ്ട് ഇല്ലാണ്ടൊക്കെ കുറച്ച് ടൈമൊക്കെ നോക്കി. ഞാൻ 11 മണി വരെയൊക്കെ നോക്കി. കാരണം ട്രസ്ലെച്ചസ് കേക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ക്രീം ബീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് നേരം നോക്കി. പക്ഷേ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും വെള്ളം ഇച്ചിരി സോക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അതിൻ്റെ ബോക്സിലാക്കിയിട്ട് അതിൻ്റെ 3 മിൽക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലുള്ള തണുപ്പ് വെച്ചിട്ടൊന്ന് കൂളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വെളിച്ചമില്ലാത്തതുകൊണ്ട് എമർജൻസി കത്തിച്ച് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിലത്തെ മിൽക്ക് കുറച്ച് ചെറിയൊരു ബോക്സിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം ബാക്കിയുള്ളത് അങ്ങനെ സ്പോഞ്ച് വെറ്റ് ചെയ്യാനായിട്ട് എടുക്കും കേട്ടോ. കാരണം ആ ഒരു മിൽക്ക് കസ്റ്റമറിന് കൊടുക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു ബോക്സിലാക്കാറുണ്ട്. അങ്ങനെ ഫോർക്ക് വെച്ചിട്ട് സ്പഞ്ചൊക്കെ ഒന്ന് ഇതുപോലെ കുത്തിയതിൻ്റെ ശേഷമാണ് പിന്നെ മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ബാക്കി വന്നിട്ടുള്ള എല്ലാ മിൽക്കും അതിലിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അത് നല്ല അബ്സോർബായിട്ട് ഇങ്ങനെ ഡ്രൈ ആയ പോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് KSEBയുടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കറണ്ട് ശരിയാക്കാനായിട്ട്. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്ന്. അപ്പോൾ ഞാൻ ക്രീമൊക്കെ ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പൈപ്പിങ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ മുകളിലായിട്ട് പിസ്ത ക്രഷ് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ തലേദിവസം ഓറിയോ കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത കേക്കിലും കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓറിയോ കേക്കിൻ്റെ കറക്റ്റ് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുത്തത്. അങ്ങനെ അതുകൊണ്ട് ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഡ്രിപ്പിംഗ് ഡിസൈനാണ് കേട്ടോ കൊടുത്തത്. പിന്നെ മുകളിലായിട്ട് കുറച്ച് നോസൽ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇതുപോലെ ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമർ ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല. ഇത് എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത വർക്കാണ് കേട്ടോ. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റും കൂടി പൊടിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ക്രൈപ്പർ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ മുകളിൽ ഇതുപോലെ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ആ ക്രീമിൻ്റെ മുകളിലായിട്ട് ചെറിയ ലൈൻസ് പോലെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ ബോക്സൊക്കെ റെഡിയാക്കാൻ വേണ്ടി നിന്നിട്ട് ഇനി കസ്റ്റമർ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബോക്സൊക്കെ റെഡിയാക്കി വെച്ചാണ്. പക്ഷേ അന്ന് കൊണ്ടുപോയില്ല കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇപ്പോൾ കേക്ക് കൊണ്ടുപോയത്.
സാധാരണ എല്ലാ കേക്കിൻ്റെയും വർക്കുകൾ കഴിഞ്ഞാൽ ഞാൻ അതുപോലെ ബോക്സൊക്കെ റെഡിയാക്കി വെക്കൂട്ടെ. എങ്ങാനും കസ്റ്റമർ നേരത്തെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുത്തു കൊടുക്കലല്ലേ വേണ്ടുള്ളൂ. മിക്കപ്പോഴും തിരക്കിലാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ചില കസ്റ്റമർ കറക്റ്റ് ടൈം പറഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ മുന്നായിട്ട് വരാറുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ആകെ കൂടി തിരക്ക് പിടിച്ചിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ ടൈം ഉള്ളതിനനുസരിച്ചിട്ട് ഞാൻ അതുപോലെ ബോക്സൊക്കെ മുന്നേ റെഡിയാക്കിയിട്ട് വെക്കൂട്ടോ. പിന്നെ ടെൻഷൻ ഇല്ലാണ്ട് ആ ടൈമിൽ നമുക്ക് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കേക്ക് കണ്ട് കൊടുക്കല്ലേ വേണ്ടുള്ളൂ. ഈ കേക്ക് വന്നിട്ട് ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ മോൾക്ക് കൊണ്ടുപോകാനുള്ള കേക്കായിരുന്നു. അപ്പോൾ അവൾ അത് അന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിറ്റേ ദിവസമാണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.